ബാങ്ക് കൊടുത്തല്ലേ? അതെ. നിസ്കരിക്കണ്ടേ? അതെ, നിസ്കരിക്കണം. നിസ്കരിച്ചാലോ? എന്റെ അതൊന്ന് തീർന്നിട്ടുമല്ല. ഇങ്ങനെ വിചാരിച്ചിട്ടല്ല നമ്മൾ നിസ്കരിക്കേണ്ടത്. നമ്മളെന്തിനാ ഇബാദത്ത് ചെയ്യണത്? നമുക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. ബാങ്ക് കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറയാറെന്നറിയോ? യാ ബിലാൽ, അരിഫ്നായ ബിലാൽ, ബിലാലെ നമ്മളൊന്ന് സന്തോഷിപ്പിക്കും മോനെ. അന്നേരം ബിലാൽ എന്തൊക്കെ മനസ്സിലാവും? ബാങ്ക് കൊടുക്കൂന്നാണ് പറയുന്നത്. ചെയ്യുന്ന ഇബാദത്ത് മറ്റ് ഹാപ്പിയോടെ, വിത്ത് സാറ്റിസ്ഫാക്ഷനോടെ, വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യണം. ഒരു കടമ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് നോമ്പെടുക്കണല്ലേ, റമദാൻ ആവാനായി എന്ന് വിചാരിച്ചിട്ടല്ലേ ഇബാദത്ത് എടുക്കേണ്ടത്. ഇനി ഒരാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ തോന്നുന്നില്ല, അതിനെന്താ പരിഹാരം? ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, വഅബ്ദുല്ലാഹ ബിഖദരി ഹാജതികും ഇലൈഹി, നിനക്ക് അള്ളാഹുവിനെ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇബാദത്ത് എടുക്കണം. അപ്പൊ ഒരാൾ പറയാണ്, എനിക്കങ്ങനെ അള്ളാഹിനെ ഫുൾ ടൈം ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കുറച്ചൊന്നും കിട്ടിയാൽ മതി, അങ്ങനെ സുന്നത്തൊന്നും നിസ്കരിക്കണ്ട. നമുക്കങ്ങനെ ഉണ്ടാവോ? അള്ളാഹുവിന് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു സെക്കൻഡ് ഉണ്ടാവോ? നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് പുഴകളല്ലേ, രക്തപ്പുഴകളല്ലേ, ചെറിയ ചെറിയ ഞരമ്പുകളിലൂടെ, സിരകളിലൂടെ ഒഴുകുന്നത് ആയിരക്കണക്കിന് പുഴകൾ. ആ പാദച്ചൂട് എടുത്ത് പരിശോധിച്ചാൽ തല മുതൽ കാല് വരെ ആയിരക്കണക്കിന് പുഴകൾ നമ്മുടെ ശരീരത്തിലുണ്ട്, രക്തധമനികൾ. ഇതിൽ ഏതെങ്കിലും ഒരു സിര, ഒരു ഞരമ്പ് ഡാമേജ് ആയാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ, ബ്ലോക്ക്, സ്ട്രോക്ക്, വല്ല പ്രശ്നം വന്നാൽ ഡയാലിസിസ്, അതിനൊന്നും സംഭവിക്കാതെ ഉമ്മന്റെ ഗർഭാശയം മുതൽ ഈ കാലം വരെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിന് നിനക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നീ ഇബാദത്ത് എടുക്കണം.